ഹായ്. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ വയനാട് ടൗൺഷിപ്പിൽ മമ്മൂക്ക വന്നപ്പോൾ ഉണ്ടായ കോലാഹലങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ മമ്മൂട്ടിയെ വളരെ മോശമായ രീതിയിൽ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മോശമായ രീതിയിൽ തെറി വിളിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെ അത് ആ ഒരു വിഭാഗം കേട്ടോ. അത് എല്ലാവരും ഒന്നും പറയാൻ പറ്റില്ല. ഒരു വിഭാഗം ആൾക്കാർ അദ്ദേഹത്തെ താറടിച്ചും അത് ഒന്ന് ചിന്തിക്കണം. അന്ന് രാവിലെ വേറൊരു സംഭവം ഉണ്ടായി. അതിന് ഒരുപാട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത ടീമുണ്ട്. ആ ടീമാണ് പിന്നെ അദ്ദേഹത്തെ താറടിച്ച് കാണും വരുന്നത്. അപ്പോൾ അതൊന്നുമില്ല വിഷയം എന്താ വെച്ചാൽ ഇതൊക്കെ ഉണ്ടാവാനുള്ള കാരണം അദ്ദേഹം ഇങ്ങനെ അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പദ്ധതിയിലുള്ള ഒരുപാട് വീടുകളുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ വീടുകളുണ്ട്. മറ്റുള്ള ഒരുപാട് വീടുകൾ അല്ലെങ്കിൽ ഒരുപാട് സഹായം ചെയ്യുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടാക്കിയ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണണം എന്നുള്ള ഇതിൽ അദ്ദേഹം ഒരു പാർട്ടിക്കാരോ ഒരാരും വിളിക്കാതെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് അദ്ദേഹം ഈ ഫണ്ടിലൊക്കെ അദ്ദേഹത്തിൻ്റെതായ വലിയൊരു സംഖ്യ അദ്ദേഹം കൊടുത്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് നിർബന്ധമായിട്ടും എന്തായാലും മാത്രമല്ല ഈ ഒരു സംഭവത്തിന് മുതൽ അദ്ദേഹം പണ്ട് മുതലേ ഈ വയനാട്ടിലുള്ള ആദിവാസികളായിട്ടും മറ്റുള്ളവരൊക്കെ ആയിട്ടും അദ്ദേഹം ഒരുപാട് സഹായം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം കൂടിയാണ്. അദ്ദേഹത്തെ ഒരു വിലയിടാനൊന്നും ഇവിടുത്തെ ഒരു കൂട്ടം ടീമിനൊന്നും ആയിട്ടില്ല. അത് വേറെ കാര്യം. ഇത് സംഭവം എന്താ വെച്ചാൽ ഇങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ ഈ അദ്ദേഹം ഈ വീടുകളൊക്കെ കണ്ടിങ്ങനെ മടങ്ങുമ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ ഇത് നമ്മൾ കൊടുത്ത അതല്ലെങ്കിൽ നമ്മളുടേതായ ഒരിതാണ്. കാരണം നമ്മൾ ഒരുപാട് ആളുകൾ ഒരുപാട് വ്യക്തികളൊക്കെ നമ്മൾ സഹായിച്ച് നമ്മളതാണിത്. അതായത് എല്ലാവരും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഫണ്ടാണെങ്കിൽ കൂടിയും നമ്മൾ ഓരോരുത്തരും ചെറുതും വലുതും മറ്റുള്ളതായിട്ട് ഒരുപാട് ആൾക്കാർ സഹായിച്ചു. അങ്ങനെയൊക്കെയല്ലേ വീടുണ്ടാക്കി. അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് വേറെ രീതിയിൽ വളച്ചൊടിച്ച് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ എന്നാൽ 99% അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത വാക്കുകളാണ് സോഷ്യൽ മീഡിയ മൊത്തം ഉണ്ടായത്. അതിനുശേഷം വന്നൊരു വിവാദം എന്ന് വെച്ചാൽ അദ്ദേഹം ഈ വയനാടിൻ്റെ CPM ജില്ലാ സെക്രട്ടറി ആയ റഫീഖ് എന്ന വ്യക്തിയോട് ഒരു അപമര്യാദയായി, അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ എൻ്റെ കൂടെ എപ്പോഴും നടക്കുന്നത്, അത് കാണുന്ന ആളുകൾ വിചാരിക്കും ചിലപ്പോൾ ഞാൻ ഒരാളും വിളിച്ച് വന്നതല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത് അങ്ങനെ പറയാൻ പാടുണ്ടോ. അത് അദ്ദേഹത്തെ വളരെ മോശമായി അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് മെയിൻ വിവാദം. ഇതിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം ഒരിക്കലും ഒരു പാർട്ടിക്കാർ അദ്ദേഹം പണ്ട് മുതലേ ഒരു CPM അനുഭാവിയാണ്. അദ്ദേഹം എല്ലാ ടൈമിലും അദ്ദേഹം കൈരളി ചാനലിൻ്റെ ഒരു ചെയർമാൻ. അതായത് കൈരളി ചാനൽ പറയുമ്പോൾ CPMൻ്റെ മെയിൻ ചാനലാണ്. ഇതിൻ്റെ ചെയർമാനാണ് മമ്മൂക്ക. അദ്ദേഹം ഒരു CPMകാരനും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യക്തി ഒരിക്കലും ഒരു CPMകാരനെ അപമാനിക്കുമെന്ന് വിശ്വസിക്കാൻ മണ്ടന്മാരാണോ നമ്മൾ മലയാളികൾ? ഒരിക്കലുമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം വെച്ചാൽ അദ്ദേഹം എന്തും വെട്ടി തുറന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഇറിറ്റേഷൻ ഉണ്ടായാലും എന്തും ഓപ്പണായിട്ട് ആരോടും വെട്ടി തുറന്ന് പറഞ്ഞ ഒരാൾ. അദ്ദേഹം ഒരു സിനിമാ നടനാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് പറയാൻ പാടില്ല എന്നാണ്. ഒരു ഇന്ത്യക്കാരന് കേരളത്തിലും അല്ലെങ്കിലും എവിടെ ആയാലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെതായ ഒരു റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ഓരോ റൈറ്റ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുക, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, നമുക്ക് സംസാരിക്കേണ്ടത് സംസാരിക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട് റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ കൂടെ എപ്പോഴും നടക്കുമ്പോൾ മറ്റുള്ള ആളുകൾ, അത് അവിടെ വരുന്ന ആളുകൾ ചിലപ്പോൾ അവിടെ കാണുന്ന ചിലപ്പോൾ വേറെ പാർട്ടിക്കാരുണ്ടാവും, വേറെ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർ ചിന്തിക്കും ചിലപ്പോൾ നിങ്ങളെ ആളായിട്ട് വന്നതാണ്. അപ്പോൾ അത് വേണ്ട എന്നുള്ള രീതിയിലാണ് പുള്ളി അത് പുള്ളി ഒന്ന് ചിരിച്ചും കൂടി സംസാരിക്കണം. അത് കാണാതെ ഇതിൻ്റെ വേറൊരു വശം മാത്രം കണ്ടിട്ട് അദ്ദേഹത്തെ ക്രൂശിക്കുന്നവരോട് ഒന്നും പറയില്ല. കാരണം എന്താ വെച്ചാൽ അത് എന്നും ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെയുള്ള ഓരോന്ന് പടച്ചു വിടും. അതിനൊന്നും ആവശ്യമില്ല. കാരണം മമ്മൂക്ക അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒരു കുഴപ്പമില്ല. അവർ തമ്മിൽ ഒരു കുഴപ്പമില്ല. ഇത് കണ്ടു നിൽക്കുന്നത് മറ്റുള്ളവർക്ക് കുഴപ്പമുള്ളൂ. ഇത് അവസാനം അവർ കൈ കൊടുത്ത് പിരിഞ്ഞ് ഇത്രത്തോളം പറഞ്ഞ നമ്മളാരാവും?
പൊട്ടന്മാരാകും. അപ്പോൾ അതിന് വേണ്ടി വെറുതെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അവർ തമ്മിലൊരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പുള്ളി എന്തും ഓപ്പണായി പറഞ്ഞ ആളാണ്. അതിപ്പോൾ എവിടെ ആയാലും പുള്ളി പറയും, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. അത് അദ്ദേഹം ഒരു CPM കാരനോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ അല്ലെങ്കിൽ BJP അങ്ങനെയൊന്നും ഇല്ലല്ലോ. പുള്ളിക്ക് പുള്ളിതായ ഓരോ ഇതുണ്ടാവും, നമുക്ക് നമ്മളതായ ഓരോ ഇതില്ലേ. അത് മറ്റുള്ള ഒരാൾ അതിനെ ഒരു എന്താ പറയുക മറികടക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല, ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് വേറൊരു രീതിയിൽ മറ്റുള്ളവർ കാണുമെന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അതിന് മോശമായി കാണേണ്ട ആവശ്യമൊന്നുമില്ല, അത്രേ ഉള്ളൂ. കാരണം ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പറയണം വിചാരിച്ചു. കാരണം എന്തിനാ വെറുതെ എൻ്റെ ആവശ്യം? ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇങ്ങനെ സംസാരിച്ച് അതൊരു വഷളാക്കേണ്ട ആവശ്യമില്ല, അത്രേ ഉള്ളൂ. ഇങ്ങനെ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു എന്നുള്ളൂ. എന്തായാലും അവർ തമ്മിലൊരു പ്രശ്നവും കാര്യങ്ങളും ഇല്ല, നമ്മൾ തമ്മിലൊരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇത് ഒരു എന്താ പറയുക അവസാനിക്കട്ടെ. ഒരു വിവാദത്തിൽ എന്തിനാ അദ്ദേഹം? കാരണം ഇന്നലെ വരെ അദ്ദേഹം നല്ലത് ചെയ്തിട്ട് ഈ ഒരു വാക്കിൻ്റെ പേരിൽ അദ്ദേഹത്തെ ക്രൂശിക്കുമ്പോൾ അദ്ദേഹം മുന്നേ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളൊന്നും മറന്നിട്ടല്ലേ പറയുന്നത്. എല്ലാ തെറ്റ് ചെയ്ത ആളുകളുണ്ടാവും, അവരെ പൊന്തിച്ചിട്ട് ഈ നന്മ മാത്രം ചെയ്ത ആൾക്കാരെ എടുത്തിട്ട് മോശമാക്കണത് ശരിയല്ല, അത്രേ ഉള്ളൂ.